നമസ്കാരം. അന്വേഷണത്തിനെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി നൽകേണ്ടുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പിണറായിയുടെ മകളായിട്ടുള്ള വീണ ജോർജിനെതിരെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയിട്ടുള്ള ED ഉദ്യോഗസ്ഥർ നമ്മൾ ഈ നിൽക്കുന്ന തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് എത്തിയിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർ വന്ന വാഹനങ്ങൾ തല്ലി തകർക്കുകയും അതിനകത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥ. നമ്മൾ ആ വാഹനം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ക്രൂരമായിട്ടാണ് അവർ ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളത്. മടിയിൽ കനമില്ല എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്ന അതേ ആളുകൾക്കെതിരെയാണ് ആളുകളാണ് ഈ ഒരു പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ നേരിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ED പേടി തങ്ങൾക്കില്ല എന്നുള്ളത് പലപ്പോഴും പല നേതാക്കന്മാരും പറയാറുണ്ട്. ഇന്ന് രാവിലെ മുതൽ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ CPM നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ സജീവമായിട്ട് തിരുവനന്തപുരത്തും മറ്റ് അന്വേഷണം നടക്കുന്ന പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം അവർ പറയുന്നത് അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തെ ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. പക്ഷേ ഈ നടക്കുന്ന അന്വേഷണം അത് പ്രത്യേക താല്പര്യത്തിൽ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് പറയുന്ന അതേ അന്വേഷണത്തിന്റെ ഉദ്യോഗസ്ഥരെയാണ് ഈ കാണുന്ന രീതിയിൽ പുറത്ത് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കാണുന്നത് തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ED ഉദ്യോഗസ്ഥർ നൽകുന്ന പരാതി, അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്ന കാഴ്ചകളാണ്. എന്തായാലും വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഇവർ വന്നിരിക്കുന്ന വാഹനമടക്കമുള്ളത്. ആർക്കൊക്കെ ഇത്തരത്തിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റു എന്നത് വഴിയെ തന്നെ പുറത്തേക്ക് വരും. എന്തായാലും 8ഓളം ഉദ്യോഗസ്ഥർക്കാണ് ഈ പറയുന്നത് പോലെ ആക്രമണത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റത് എന്നുള്ളതാണ് സൂചന. ഏകദേശം 3 വാഹനങ്ങളിലായിട്ടാണ് ED ഉദ്യോഗസ്ഥർ ഇന്ന് തിരുവനന്തപുരത്ത് പിണറായിയുടെ വഴുതക്കാട്ടെ വീട്ടിൽ എത്തിയിരുന്നത്. അവിടെ മണിക്കൂറുകൾ നീണ്ട പരിശോധന, അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം, അതിന് ഇടയിലാണ് പ്രതിഷേധക്കാർ ഇരച്ചെത്തി വലിയ രീതിയിൽ ആക്രമണങ്ങൾ വിടുന്ന രീതിയിലടക്കം കാര്യങ്ങൾ മുന്നോട്ട് പോയത്. രാവിലെയൊക്കെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. പലരെയും വെട്ടിനിരത്തിയിട്ടുള്ള കേരളമാണ് എന്നതടക്കമുള്ള TP അടക്കമുള്ളവരെ വെട്ടിനിരത്തിയ നാടാണ് എന്നതടക്കമുള്ള രീതിയിലുള്ള ഒരു ഭീഷണി സ്വരം പ്രവർത്തകർക്കിടയിൽ, CPM പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു, മുദ്രാവാക്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് വെറും ഭീഷണി മാത്രമായിരിക്കും എന്നാണ് നമ്മൾ കരുതിയതെങ്കിൽ അതങ്ങനെയല്ല. ഇത്രയും കാലം, ഈ കഴിഞ്ഞ 10 വർഷം ഇവർ മിണ്ടാതിരുന്നത് അത് പിണറായി ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പിണറായിക്കെതിരെ ഒരു അന്വേഷണം വന്നപ്പോൾ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മോൾക്കെതിരെ ഒരു അന്വേഷണം വന്നപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ അവർ നേരിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അന്വേഷണങ്ങളെ പൂർണ്ണമായിട്ടുള്ള നേരിടും ഞങ്ങളുടെ കയ്യിൽ ഒരു തെറ്റുമില്ല എന്ന് അവകാശപ്പെടുന്നവർ എന്തിനാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് എത്തുന്ന ഉദ്യോഗസ്ഥരെ പോലും വളഞ്ഞിട്ട് ആക്രമിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ പറയുന്നത് പോലെ പ്രത്യേകമായിട്ടുള്ള ഒരു വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ വ്യക്തി താല്പര്യങ്ങളോ ഇല്ല. അവർക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം, അതിനനുസരിച്ചുള്ള ഒരു അന്വേഷണം, അത് മാത്രമാണ് അവർ നടത്തിയത്. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ, മോദി സർക്കാരിനെതിരെ, അവരുടെ സംഘടനയ്ക്കെതിരെയൊക്കെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിക്കുന്ന CPM പ്രവർത്തകർ ഇപ്പോൾ ED ഉദ്യോഗസ്ഥരെ അതിക്രൂരമായിട്ട് ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള ദയനീയ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു വശത്ത് പ്രവർത്തകർ ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ, മറുവശത്ത്
കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു വശത്ത് പിണറായി മുഷ്ടി ചുരുട്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഇ ഡി അന്വേഷണത്തിലൊന്നും പേടിക്കുന്നവരല്ല, ഇതുകൊണ്ടൊന്നും പിന്നോട്ടില്ല എന്ന് പിണറായി പറയുമ്പോൾ, മറുവശത്ത് ഇതേ പിണറായിയുടെ പ്രവർത്തകർ ഇ ഡി അന്വേഷണത്തിനെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതും അവരുടെ വാഹനങ്ങൾ തല്ലി തകർക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഒരു വലിയ ആഘാതത്തിൽ പെട്ട ഒരു വാഹനം എന്ന് തോന്നുന്ന തരത്തിലാണ് ഇ ഡി ഉദ്യോഗസ്ഥരെത്തിയിരിക്കുന്ന വാഹനത്തിന്റെ അവസ്ഥ നമ്മളിപ്പോൾ കാണുന്നത്. മുൻവശത്തും പിൻവശത്തും എല്ലാം ഗ്ലാസുകളെല്ലാം തല്ലി തകർക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ. സത്യം പറയുകയാണെങ്കിൽ ഇത്തരത്തിലൊരു ക്രൂരമായിട്ടുള്ള ആക്രമണം ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അത്രമാത്രം ഭീകര അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇ ഡി ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ആ ഒരു വാഹനത്തിൽ ആക്രമണം ഉണ്ടായപ്പോഴുള്ള കാഴ്ചകളാണ്. മുൻവശം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. പിൻഭാഗത്തും സമാന രീതിയിലുള്ള സാഹചര്യങ്ങൾ. ഇത്തരത്തിൽ 3ഓളം വാഹനങ്ങളാണ് ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയിരുന്നത്. ആ 3 വാഹനത്തിനെതിരെയും ആക്രമണങ്ങൾ ഉണ്ടായി. പക്ഷേ ഗുരുതരമായിട്ടുള്ള ആക്രമണം ഉണ്ടായത് അല്ലെങ്കിൽ തകർക്കപ്പെട്ടത് ഈ കാണുന്ന KL22 SS 8016 എന്ന് നമ്പർ വരുന്ന വാഹനമാണ്. അതോടൊപ്പം ഈ 3 വാഹനങ്ങളിലുള്ള ഉദ്യോഗസ്ഥർക്കും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന. 8ഓളം ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ പറയുന്നത് പോലെ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും ഈ തരത്തിലാണ് SFI ഉൾപ്പെടെയുള്ള പ്രവർത്തകർ, CPM പ്രവർത്തകർ ഈ അന്വേഷണത്തെ നേരിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഇത്രയും കാലം നമ്മൾ കണ്ടിരുന്ന ശാന്തത അത് ഈ പറയുന്നത് പോലെ പിണറായി സർക്കാർ ഭരിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് വ്യക്തമാക്കി തരുന്ന തരത്തിലാണ് ഇന്ന് ഈ ഒരു അന്വേഷണവും അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തകർ നടത്തിയിട്ടുള്ള പ്രതിഷേധവും ഒക്കെ വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ അന്വേഷണത്തിന് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുകയാണ്. പരാതി നൽകിയിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേവലം ഒരു അന്വേഷണം എന്നതിൽ ഉപരി ഇന്നിപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള പലയിടങ്ങളിൽ നിന്നും ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് ഇ ഡി സമർപ്പിച്ചിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിയാമായിരുന്ന ഒരു പ്രശ്നമായിരുന്നുവെങ്കിലും ഈ പറയുന്ന ആക്രമണങ്ങൾ സജീവമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മുന്നോട്ടുണ്ടാകുന്ന നടപടികൾ അത് കടുത്തതായിരിക്കും. കാരണം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അതിഗുരുതരമായിട്ടുള്ള ആക്രമണം പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നു. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്ന വാഹനങ്ങൾ അതത്രയും ആ ഒരു വാഹനത്തിൽ എത്തുന്ന ഒരു പ്രശ്നങ്ങൾ, ആ ഒരു വാഹനത്തിന്റെ കാഴ്ച അത് എത്രത്തോളം ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ്. അത്രമാത്രം ആഘാതങ്ങളാണ് ഈ പറയുന്ന വാഹനത്തിനൊക്കെ ഉണ്ടായിട്ടുള്ളത്. 3 വാഹനങ്ങളിലെത്തിയ ഉദ്യോഗസ്ഥരെയാണ് SFI ഉൾപ്പെടെയുള്ള CPM പ്രവർത്തകർ അതിക്രൂരമായിട്ട് ആക്രമിക്കുന്നത്. മുതിർന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരമൊരു ആക്രമണം എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിരവധി മുതിർന്ന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് SFI പ്രവർത്തകരായിട്ടുള്ള നിരവധി പേർ, അതിനൊപ്പം തന്നെ CPM പ്രവർത്തകർ ഒന്നടങ്കം ഈ വാഹനങ്ങളെല്ലാം തല്ലി തകർക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നത് വ്യക്തമാണ്. ഇനി വരാൻ പോകുന്ന ഓരോ ദിവസവും അത് സമരങ്ങൾ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നടക്കും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. തുടക്കത്തിൽ നമ്മൾ കണ്ടൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ടായ തിരഞ്ഞെടുപ്പ്, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആഹ്ലാദ പ്രകടനം, അതിനിടയിൽ KSU SFI പ്രവർത്തകർ തമ്മിൽ തല്ലുന്നതും കല്ലേറുണ്ടാകുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ നിയമപരമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഇ ഡി ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുന്ന തരത്തിലേക്ക് CPM പ്രവർത്തകർ, സഖാക്കന്മാർ എത്തുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കുന്നു. അതിനൊപ്പം തന്നെ സമാന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് BJP UDF ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഡീലാണ് ഈ കാണുന്നത് എന്നൊക്കെ തരത്തിലാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മൾ കാണുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെ കൈവിട്ടു പോകും എന്നത് വ്യക്തം. നല്ല പണി